Hi, hello everyone. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാണുമ്പോൾ ചാപ്റ്റർ ചെറുതൊക്കെ ആയിരിക്കും ആൻഡ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എങ്കിൽ കൂടിയും അത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കിടിലൻ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ +2 ബയോളജിയിലെ 8th ചാപ്റ്റർ ആയിട്ട് വരുന്ന മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ഈ ഒരു കിടിലൻ ചാപ്റ്റർ ആണ്. മൈക്രോ ഓർഗാനിസംസിന്റെ യൂസസും കാര്യങ്ങളൊക്കെ പറയുന്ന, അതിനുപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ഫീൽഡിലാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു അടിപൊളി ചാപ്റ്ററിലേക്ക് നമ്മൾ നേരെ കടക്കുവാണ്. സോ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പം മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് എന്താണ്? നമ്മുടെ വീടുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. വീടുകളിൽ നമ്മൾ മൈക്രോ ഓർഗാനിസംസിന് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ വീട്ടിൽ എക്സാമ്പിളുകളോടുകൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും മൈക്രോ ഓർഗാനിസംസ് ഇൻവോൾവ് ആണ്. മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് കടക്കാൻ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക്. ആദ്യം കേർഡ് ആണ്. ഓക്കെ, കേർഡ് തൈരിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. കേർഡിന്റെ കേസിൽ തൈര് പറയുമ്പോൾ നമുക്ക് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കണ്ടോ. കേർഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മിൽക്ക് ബൈ ബാക്ടീരിയൽ ഫെർമെന്റേഷൻ. മിൽക്കിനെ ബാക്ടീരിയാസ് ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് എന്താക്കി മാറ്റുന്നത്? കേർഡ് അല്ലെങ്കിൽ തൈരാക്കി മാറ്റുന്നത് കേട്ടോ. മിൽക്കിനെ ബാക്ടീരിയാസ് ഫെർമെന്റേഷനിലൂടെ തൈരാക്കി മാറ്റും, കേർഡാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് കേർഡ് ഈസ് ആഡഡ് ടു ദ മിൽക്ക് ആസ് എ സ്റ്റാർട്ടർ. ഒരു കുറച്ച് തൈരെടുത്ത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഫെർമെന്റേഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നോളൂ. അതിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാൻ മക്കളെ. ലാക്ടോബാസില്ലസ്, ഓക്കെ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് നമുക്ക് പറയാം അല്ലെ. ലാബ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ present in the starter multiply at suitable temperature and convert the milk into curd. നമ്മൾ ആദ്യം കൊടുക്കുന്ന തൈരിനകത്തുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ എണ്ണം കൂട്ടിയിട്ട് ബാക്കിയുള്ള പാലിനെ, മിൽക്കിനെ മൊത്തം എന്താക്കി മാറ്റുന്നു? കേർഡാക്കി, തൈരാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ലാബ് പ്രൊഡ്യൂസ് ലാക്ടേസ് എൻസൈം വിച്ച് കൺവേർട്സ് മിൽക്ക്, ഷുഗർ ആൻഡ് ലാക്ടോസ് ഇൻ ടു ലാക്റ്റിക് ആസിഡ്. അതായത് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്? മിൽക്കിനെയും അതുപോലെ ഷുഗർ, ലാക്ടോസ് ഇല്ലേ, ഷുഗർ, പാലിലുള്ള ഷുഗർ ഉണ്ടല്ലോ, ആ ഷുഗറിനെ നേരെ എന്താക്കി മാറ്റും? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നത്. വിച്ച് ഇൻ ടേൺ കൊയാഗുലേറ്റ് മിൽക്ക് പ്രോട്ടീൻ കേസീൻ ബൈ പാർഷ്യലി ഡൈജസ്റ്റിംഗ് ഇറ്റ്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് അതെന്ത് സംഭവിക്കുക? അവിടെ മിൽക്കിനകത്തെ കേസിൻ എന്ന് പറയുന്ന പ്രോട്ടീന് കൊയാഗുലേഷൻ സംഭവിച്ചു, പാർഷ്യൽ ആയിട്ട് അത് ഡൈജസ്റ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ തൈരുണ്ടാക്കി തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ തൈരിന്റെ ഇമ്പോർട്ടൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ജസ്റ്റ് അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഇവിടെ നോക്കുക. കേർഡ് ഇസ് ബെറ്റർ ദാൻ മിൽക്ക് ആസ് ഇറ്റ് റിമൂവ്സ് ലാക്ടോസ് ടു വിച്ച് സം പേഴ്സൺസ് ആർ അലർജിക്. അതായത് ഈ കേർഡ് എന്ന് പറയുന്നത് പാലിനേക്കാളും മിൽക്കിനേക്കാൾ ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാക്ടോസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലാക്ടോസ് ചില ആളുകൾക്ക് എന്താണ് അലർജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ലാക്ടോസ് റിമൂവ് ചെയ്താണല്ലോ കേർഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കേർഡ് എന്ന് പറയുന്നത് പാലിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മോർ ന്യൂട്രീഷ്യസ് ദാൻ മിൽക്സ് ആസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ B12. അപ്പോൾ ഈ കേർഡ് എന്ന് പറയുന്നത് മിൽക്കിനേക്കാൾ ഇറ്റ് ഈസ് മോർ ന്യൂട്രീഷ്യസ് ദാൻ മിൽക്ക്, പാലിനേക്കാൾ ന്യൂട്രീഷൻ കൂടുതൽ ഇതിനകത്താണ്, തൈരിനകത്താണ്. ബിക്കോസ് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12ന്റെ അളവ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് തൈരിൽ കാണാം, കേർഡിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇൻ കേർഡ് പ്ലേസ് എ വെരി ബെനിഫിഷ്യൽ റോൾ ഇൻ ചെക്കിംഗ് ഡിസീസ് കോസിങ് മൈക്രോബ്സ് ഇൻ അവർ സ്റ്റൊമക്ക്. അതായത് നമുക്ക് ബോഡിയിലേക്ക്, നമ്മുടെ സ്റ്റൊമക്കിനകത്തേക്ക് നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വരുന്ന കാര്യം അത് പ്രോപ്പർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇറ്റ്സ് വെരി ബെനഫിഷ്യൽ റോൾ ഇൻ ചെക്കിങ്, അതായത് കൺട്രോളിങ് ദ ഡിസീസ് കോസിങ് മൈക്രോബ്സ് ഇൻ അവർ സ്റ്റൊമക്ക്. നമ്മുടെ വയറ്റിലേക്ക്, സ്റ്റൊമക്കിലേക്ക് ഡിസീസ് കോസ് ചെയ്യാൻ പാകത്തിനുള്ള മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവരെ തടഞ്ഞു നിർത്താനും ഈ പറയുന്ന കേർഡ് കഴിക്കുമ്പോൾ അതിലൂടെ അകത്തേക്ക് കിട്ടുന്ന ഈ പറയുന്ന നമ്മുടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ, നമ്മൾ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് മിൽക്ക് ടു കേർഡ്, പാലിനെ തൈരാക്കി മാറ്റുന്നു. ദെൻ ലാബ് ഇൻ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ സിന്തസൈസ് വൈറ്റമിൻ B12. നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഇൻറ്റസ്റ്റൈനിൽ, കുടലിൽ വെച്ചിട്ട് എന്തുണ്ടാക്കുവാണ്? അവിടെ
B12 എന്ന് പറയുന്ന വിറ്റാമിൻ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ലാബ് ഇൻ ഹ്യൂമൻ സ്റ്റൊമക് ചെക്ക് ദ ഗ്രോത്ത് ഓഫ് ഹാംഫുൾ മൈക്രോബ്സ്. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മാരകമായിട്ടുള്ള എന്തെങ്കിലും രോഗകാരികൾ നമ്മുടെ സ്റ്റൊമക്കിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനുമായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ലാബ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡവ് എന്ന് വെച്ചാൽ എന്താ സാധനം? യെസ്, മാവ് അല്ലേ? എന്ത് മാവാ? ദോശമാവുണ്ട്, ഇഡ്ഡലി മാവുണ്ട്, ദെൻ ബ്രെഡ് ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന മാവുണ്ട്, പൊറോട്ട ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന മാവുണ്ട്. അത് തന്നെയാണ് ഡവ് എന്ന് പറയുന്നത്. ഡവ് ഇസ് ഫോംഡ് ബൈ ഫെർമെൻറ്റേഷൻ ബൈ ബാക്ടീരിയ. ബാക്ടീരിയനെ ഉപയോഗിച്ചിട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് ഈ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഡവ് ഉണ്ടാക്കുന്നത്. ദോശ, ഇഡ്ലി ആർ പ്രിപ്പയർഡ് ഫ്രം ഫെർമെൻറ്റഡ് ഡവ് ഓഫ് റൈസ് ആൻഡ് ബ്ലാക്ക് ഗ്രാം. ഉഴുന്നും അരിയും ഫെർമെൻറ്റേഷൻ നടത്തിയതിന് ശേഷം ബാക്ടീരിയാസിനെയോ ഫംഗസിനെയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉഴുന്നും അരിയൊക്കെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ദോശമാവും ഇഡ്ലിമാവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് ഡവ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ഇസ് ഫെർമെൻറ്റഡ് യൂസിങ് ബേക്കേഴ്സ് ഈസ്റ്റ്. സക്കാരോമൈസസ് സെർവീസിയ, വെരി ഇമ്പോർട്ടൻറ്റ്. സക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് ബ്രെഡ് പോലെയുള്ള ബേക്ക് ചെയ്തെടുക്കുന്ന ബ്രെഡ് പോലെയുള്ള സാധനങ്ങൾക്ക് ഫെർമെൻറ്റേഷൻ നടത്തുന്നത്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഓഫ് ഫെർമെൻറ്റേഷൻ ഗിവ്സ് ദ പഫി അപ്പിയറൻസ് ഓഫ് ഡവ്. അതായത് നമുക്കറിയാം, തലേ ദിവസം ദോശമാവൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ പതഞ്ഞ് പൊന്തി നിൽക്കുന്ന കാണത്തില്ലേ? അങ്ങനെ പതഞ്ഞ് പൊന്തി വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് എനോമസ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസിങ് ദെയർ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് റിലീസ് ആകുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് അതിനൊരു പഫി അപ്പിയറൻസ് അല്ലെങ്കിൽ പതഞ്ഞ് പൊന്തി നിൽക്കുന്ന ആ ഒരു അപ്പിയറൻസ് അതിന് കിട്ടുന്നത്. ആൻഡ് ബ്രെഡ് എല്ലാവരും കഴിക്കാറുള്ള സാധനമാണ് ബ്രെഡ് എന്ന് പറയുന്നത്. ബ്രെഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് ബേക്കേഴ്സ് ഈസ്റ്റ് ഓക്കെ ടു ദ വീറ്റ് ഫ്ലോർ. ഗോതമ്പ് പൊടി, ഓക്കെ, ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ മൈദമാവ്, ഗോതമ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മൈദമാവിലേക്ക് അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലേക്ക് എന്ത് ചെയ്യുവാണ് നമ്മൾ നേരെ ആരെ ആഡ് ചെയ്ത് കൊടുക്കുന്നു? യെസ്, സക്കാരോമൈസസ് എന്ന് പറയുന്ന ബേക്കേഴ്സ് ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഡവ് ഈസ് കെപ്റ്റ് ഫോർ എ ഫ്യൂ അവേഴ്സ്. ഈ കുഴച്ചതിന് ശേഷം മാവ് കുറച്ച് നേരം എന്താണ് ഒരു വാം പ്ലേസ് മാറ്റി വെക്കുന്നു. ഇറ്റ് റിസൾട്ടിങ് ഇൻ സ്വെല്ലിംഗ് ഓഫ് ഡഫ് കോൾഡ് ലീവനിങ്. ഓക്കെ, അതങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് ചെറുതായ ആ മാവ് ഇങ്ങനെ വീർത്ത് വരും. അതിനെ നമ്മൾ ലീവനിങ് എന്ന് പറയും കേട്ടോ. സ്വെല്ലിംഗ് ഓഫ് ഡഫ് കോൾഡ് ലീവനിങ്. ലീവൻഡ് ഫ്ലോർ ഇസ് ബേക്ഡ് വിച്ച് പ്രൊഡ്യൂസ് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ബ്രെഡ്. അങ്ങനെ ഈ ലീവനിങ് പ്രോസസ്സ് കഴിഞ്ഞ് മാവ് എടുത്തിട്ട് നമ്മൾ മുറിച്ച് പറഞ്ഞ ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ബ്രെഡ് എന്ന് പറയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബ്രെഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ ലാബിൻ്റെ കാര്യം, സക്കാരോമൈസസിൻ്റെ കാര്യം മറക്കരുത്. നെക്സ്റ്റ് വൺ ചൊടി. എന്താ ചൊടി? കള്ള്. ഓക്കെ, അപ്പോൾ ചൊടി ഈസ് എ ട്രഡീഷണൽ ഡ്രിങ്ക് ഇൻ സതേൺ ഇന്ത്യ. നമ്മുടെ സതേൺ ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് എന്ത്? കള്ള് അല്ലെങ്കിൽ ചൊടി എന്ന് പറയുന്നത്. ചൊടി ഈസ് പ്രിപ്പയർഡ് ബൈ ഫെർമെന്റിംഗ് ദ സാപ്പ് ഓഫ് കോക്കനട്ട് ആൻഡ് പാം ട്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാക്ടീരിയ. ചില ബാക്ടീരിയാസിന്റെ സഹായത്തോടു കൂടി കോക്കനട്ട് സാപ്പ് ഇല്ലേ, കോക്കനട്ട് സാപ്പ് എന്ന് വെച്ചാൽ തെങ്ങിന്റെ കൂമ്പിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ആ ലിക്വിഡ്, അതിനെ ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് എന്താക്കി മാറ്റുന്നത്? ചൊടിയാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ കള്ള് ആക്കി മാറ്റുന്നത്. നെക്സ്റ്റ് ചീസാണ്. നമുക്ക് ഹൗസ്ഫുൾ മീൻസ് ഹൗസ് യൂസിലായിരുന്നു ഒരുപാട് വീടുകളിലായി നമുക്ക് കഴിക്കാനാണെങ്കിലും പല സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും എന്തുപയോഗിക്കാറുണ്ട്? ചീസ് ഉപയോഗിക്കാറുണ്ട്. ചീസ് പല തരത്തിലുള്ള ചീസ് ഉണ്ട്. അപ്പോൾ ചീസും എന്താണ്? ബാക്ടീരിയാസിന്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചീസ്. നിങ്ങൾ നോക്കുക, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ കൊയാഗുലേഷൻ ഓഫ് ദ മിൽക്ക് പ്രോട്ടീൻ കേസിൻ. കേസിൻ എന്ന് പറയുന്ന പാലിലെ പ്രോട്ടീന് കൊയാഗുലേഷൻ സംഭവിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചീസ് പോലെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുന്നത്. ഇറ്റ് ഈസ് അസിഡിഫൈഡ് ആൻഡ് ദ എൻസൈം റെനിൻ ഇസ് ആഡഡ് കോസിംഗ് കൊയാഗുലേഷൻ. ദ സോളിഡ്സ് ആർ സെപ്പറേറ്റഡ് ആൻഡ് പ്രസ്ഡ്. ചീസ് ആ ഉണ്ടാകുന്ന സോളിഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ചീസാക്കി മാറ്റുന്നത് കേട്ടോ. പരത്തിയെടുത്ത് ചീസാക്കാം, കട്ട പോലെയുള്ള ചീസാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. Ripening of cheese is carried out with the help of specific microbes which give characteristic texture, flavor and taste. അതായത് ഈ റൈപ്പനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസ് കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ നടത്തും ചില ചീസുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരുത്താം. അങ്ങനെ മൈക്രോ ഓർഗാനിസംസിൻ്റെ സഹായത്തോടു കൂടി ചീസിൻ്റെ ടേസ്റ്റ് മാറ്റി പല ഫ്ലേവറിലുള്ള ചീസുകളാക്കി നമുക്കത് ഉപയോഗിക്കാനും പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ചീസ് നോക്കുക. നമുക്ക് സ്വിസ് ചീസ് എന്ന് നമ്മൾ പറയും. അതായത് ഇറ്റ് ഈസ് റൈപ്പൻഡ് ബൈ ദ ബാക്ടീരിയം. അണ്ടർലൈൻ ചെയ്തോളൂ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണത്. പ്രൊപ്പയോണി ബാക്ടീരിയം ഷർമാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് സ്വിസ് ചീസിന്റെ ഫെർമെന്റേഷൻ അല്ലെങ്കിൽ റൈപ്പനിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയ. ഇറ്റ് ഹാസ് ലാർജ് ഹോൾസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് നോക്കിയാൽ സ്വിസ് ചീസിന്റെ ബോഡി സർഫസിൽ നിറയെ കുറേ ഹോളുകൾ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടർ, ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ലൈക്ക് നമ്മുടെ ഒരു രണ്ട് കാല്, ദാ ഇവിടെ ഇങ്ങനെ ഒരു കൈ, ദെൻ കൈ കഴിഞ്ഞിട്ട് ദാ ഒരു കണ്ണൊക്കെ ആയിട്ട്
ബോഡിയിൽ മൊത്തം ഇങ്ങനെ കുറേ യെല്ലോ കളറിലെ കുറേ ഹോളുകളുള്ള ഒരു സാധനത്തെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ബോഡി മൊത്തം ഇങ്ങനെ കുറേ ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്വിസ് ചീസിൻ്റെ ബോഡിയിൽ മൊത്തം ഹോൾ ആയിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഈ സ്വിസ് ചീസിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ സർഫസിൽ മൊത്തം എന്താണ് കുറേ ഹോളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തത് റോക്ക്ഫോർട്ട് ചീസ് ആണ്. റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൈപ്പൻഡ് ബൈ ഗ്രോയിങ് എ സ്പെസിഫിക് ഫംഗൈ പെനിസിലിയം റോക്ക്ഫോർട്ടി വിച്ച് ഗീവ് എ പെർട്ടിക്കുലർ ഫ്ലേവർ ടു ഇറ്റ്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫ്ലേവർ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ഈ റോക്ക്ഫോർട്ട് ചീസിനുണ്ടായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഈ റൈപ്പനിങ് സമയത്ത് ഒരു ഫംഗസിന്റെ സഹായത്തോടു കൂടിയാണ് ഇതിനെ റൈപ്പനിങ് നടത്തിയിട്ട് അതിന്റെ ഫ്ലേവർ മാറ്റിയെടുക്കുന്നത്. ഫംഗസിന്റെ പേര് പെനിസിലിയം റോക്ക്ഫോർട്ടി. ഓക്കെ, പെനിസിലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഒരു ഫംഗസിന് യൂസ് ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് ഫ്ലേവറിങ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കും. ആൻഡ് അതർ യൂസ്, മറ്റ് യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൈക്രോബ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ഫെർമെന്റ് ഫിഷ്, സോയാബീൻ, ബാംബു ഷൂട്ട് ടു മേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ഐറ്റംസും ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ഫെർമെൻറ്റേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അവരുടെ സഹായത്തോട് കൂടിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റുള്ളൂ. ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൽ, ഇൻഡസ്ട്രീസിൽ വലിയ വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രീസിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസിനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൽ ആദ്യം നമുക്ക് ഇതേ നോക്കിക്കേ, ബീവറേജസ് ഉണ്ട്, ആന്റിബയോട്ടിക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഉണ്ട്, ഓർഗാനിക് ആസിഡ്, എൻസൈംസ്, ബയോആക്റ്റീവ് മോളിക്യൂൾസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രിയലി പ്രൊഡക്ഷൻ, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ റിക്വയർസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മൈക്രോബ്സ് ഇൻ ഗ്രോൺ ഇൻ ലാർജ് ഡിവൈസസ്. ദിസ് ഡിവൈസസ് ആർ കോൾഡ് ബയോറിയാക്ടേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു ബയോറിയാക്ടർ. അപ്പോൾ ഇൻഡസ്ട്രിയലി ഈ സാധനം മാസീവ് ആയിട്ട് ഒരുപാട് ലാർജ് സ്കെയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബയോറിയാക്ടേഴ്സ് അല്ലെങ്കിൽ ഫെർമെൻറ്റേഴ്സ് എന്ന് പറയുന്ന വലിയ വെസൽസും കാര്യങ്ങളും ആ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അതൊരു കാര്യം. ആൻഡ് നമുക്ക് ബീവറേജസ് വേണോ അതോ ബീവറേജസിൽ നിന്ന് തുടങ്ങാം അല്ലേ? എന്തായാലും ആദ്യത്തെ ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ കിടന്ന ആദ്യം ആരായിരുന്നു, ബീവറേജസ് ഉണ്ട്, ദെൻ ആന്റിബയോട്ടിക്സ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഉണ്ട്, ഓർഗാനിക് ആസിഡ്, എൻസൈംസ് ഉണ്ട്, ബയോആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ട്. ഇവരിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഈ പറഞ്ഞ ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഫെർമെന്റഡ് ബീവറേജസ് എന്ന് പറയുമ്പോൾ ബീവറേജസ് ആർ ഫോംഡ് ബൈ ദ ഫെർമെന്റിംഗ് മാൽറ്റഡ് സീരിയൽസ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് വിത്ത് ഈസ്റ്റ് ടു പ്രൊഡ്യൂസ് എത്തനോൾ. മക്കളെ, ഫെർമെൻറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സിനെയൊക്കെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് സിറിയൽസ്, നമ്മുടെ ഗോതമ്പ്, നെല്ല് പോലുള്ള സാധനങ്ങളൊക്കെ പണ്ട് വാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് ആൽക്കഹോളിനെ, എത്തനോൾ ആണല്ലോ ആൽക്കഹോൾ ഉണ്ടാകുന്നത്, അങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫെർമെൻറ്റഡ് ബീവറേജസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ആൻഡ് ദ ടൈപ്പ് ഓഫ് പ്രോസസിംഗ്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആർ ഓഫ് 2 ടൈപ്സ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ അവിടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് പറയാം നമുക്ക്, ഫെർമെന്റഡ് ബീവറേജസ് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന 2 തരത്തിലാണ് പറയാൻ പറ്റുക. 2 തരത്തിൽ. എക്സാമ്പിൾ ഇവിടെ നോക്കിക്കൂടാ, വൈനും ബിയറും പ്രൊഡ്യൂസ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ. എന്താണ് ഡിസ്റ്റിലേഷൻ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടതായിരിക്കും അല്ലേ? അതായത് നമ്മൾ വാറ്റ് ഉണ്ടാക്കുന്ന പറയില്ലേ, പക്ക പറയുകയാണെങ്കിൽ ബീവറേജസിൽ വാറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ, അവിടെ ഇത് ചൂടാക്കിയിട്ട് അതിനെ ഡിസ്റ്റിൽ ചെയ്ത് നീരാവിയാക്കി മാറ്റിയിട്ടാണ് ആ ഡ്രോപ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ വൈനും ബിയറും ഒന്നും അങ്ങനെയല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എന്താ, വൈനൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കിങ്ങനെ കലങ്ങിയിരിക്കുന്ന കാണാം. ഡിസ്റ്റിലേഷനിലൂടെ ഉണ്ടാക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും സാധനം ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ വൈനും ബിയറും വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് ഒന്നാമത്തെ കാറ്റഗറി. ഇനി വിസ്കി, ബ്രാൻഡി, അതുപോലെ റമ്മ് പോലെയുള്ള സാധനങ്ങളൊക്കെയോ ദാറ്റ് ആർ ഫോംഡ് വിത്ത് ഡിസ്റ്റിലേഷൻ ഓർ ഫോംഡ് ബൈ ഡിസ്റ്റിലേഷൻ. നമുക്കറിയാം ഈ ബോട്ടിൽസിൽ വരുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ, കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കളർ ഇപ്പോൾ ബ്രൗൺ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, പല കളേഴ്സിൽ നമുക്ക് ഈ പറയുന്ന ആൽക്കഹോളും ബിവറേജസ് ഒക്കെ അവൈലബിൾ ആണ്. അതിൽ തന്നെ കളർ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എടുത്ത് നോക്കിയാൽ അകത്ത് എന്താണ്, പാർട്ടിക്കിൾ ഫോമിൽ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. ഡിസ്റ്റിൽഡ് ആക്കിയത് കൊണ്ട് തന്നെ അത് പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ വിസ്കി, ബ്രാൻഡി, അതുപോലെ റമ്മിൻ്റെ ഒക്കെ കേസ് അങ്ങനെയാണ്, വോഡ്ക അങ്ങനെയാണ്. പല ആൽക്കഹോളിക് ബീവറേജസുകളൊക്കെ ഇതുപോലെ തന്നെയാണ്. ക്ലിയർ ആയിട്ടുള്ളതാണെങ്കിൽ അത് ഡിസ്റ്റിലേഷനിലൂടെ ഉണ്ടാക്കിയെടുത്തായിരിക്കും. ഈ പറഞ്ഞ നേരത്തെ ഫെർമെന്റർ, വലിയ വെസൽസിന്റെ കാര്യം, മെഷീൻസ്, ഫാക്ടറീസിലെ കാര്യം പറഞ്ഞില്ലേ, ഇതുപോലെ ഇരിക്കുന്ന വലിയ മെഷീൻസിനകത്താണ് ഈ പ്രോസസ്സ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ബയോളജിക്കലി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ചില മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് അതേ സാധനം ഉപയോഗിച്ച് അതേ ബാക്ടീരിയനെ തന്നെ നമ്മൾ, അല്ലെങ്കിൽ അതേ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. മൈക്രോ ഓർഗാനിസംസിന്റെ ബോഡിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു, അത് ഉപയോഗിച്ച് അതുപോലെയുള്ള മറ്റ് മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ് മീൻസ് അഗെയിൻസ്റ്റ് എ ലൈഫ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ബട്ട് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ ബീയിങ് ദേ ആർ പ്രോ ലൈഫ്. അതായത് ബാക്കിയുള്ള മൈക്രോ ഓർഗാനിസംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
അവർക്ക് പനി കൊടുക്കുന്ന സാധനമാണ് ആന്റിബയോട്ടിക്. പക്ഷെ മനുഷ്യരുടെ കേസിൽ നോക്കുമ്പോഴോ യെസ് നമുക്കൊരു പ്രോ ലൈഫ് എന്ന് പറയാം, അല്ലെ, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു മെഡിസിൻ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ആന്റിബയോട്ടിക്കിന് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇവിടെ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്യണം. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഡിസ്കവേർഡ് ദ ഫസ്റ്റ് ആന്റിബയോട്ടിക് പെനിസിലിൻ. ഓക്കെ, പെനിസിലിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ആന്റിബയോട്ടിക് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളി പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് എന്ത് ഐസൊലേറ്റ് ചെയ്തെടുത്തത്? ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ ഐഡന്റിഫൈ ചെയ്തത്, അത് ഒബ്റ്റെയിൻ ചെയ്തത്. ദ ഫംഗ്ഷൻ ഓഫ് ആന്റിബയോട്ടിക് പെനിസിലിൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഏണസ്റ്റ് ചെയിൻ ആൻഡ് ഇയാളുടെ പേര് വേണമെന്നില്ല മക്കളെ, അത് നോക്കണമെന്നില്ല. ആൻഡ് ലാസ്റ്റ് സെന്റൻസ് നിങ്ങൾക്ക് വേണമെന്നില്ല. ആന്റിബയോട്ടിക്കിന്റെ പേര് പെനിസിലിൻ, അത് ഉണ്ടാക്കിയെടുത്ത ഫംഗസിന്റെ പേര് പെനിസിലിയം നൊട്ടേറ്റം, അത് കണ്ടുപിടിച്ച ആദ്യത്തെ ആളുടെ പേര് അലക്സാണ്ടർ ഫ്ലെമിംഗ്. മറന്നു പോകരുത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമുക്കിവിടെ ആന്റിബയോട്ടിക്സ് ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി, ഇപ്പോൾ ഡിസീസുകൾക്ക്, ഡിഫ്തീരിയയ്ക്ക്, ലെപ്രസിക്ക്, അതിനൊക്കെ ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്കുകളുടെ പേര് കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. നിയോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ജെന്റാമൈസിൻ, അതുപോലെ ക്ലോറാംഫെനിക്കോൾ, ഇതുപോലെയുള്ള കുറച്ച് ആന്റിബയോട്ടിക്കുകളാണ് കോമൺ ആയിട്ട് പൊതുവെ പല ഡിസീസുകൾക്കും പല രോഗങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ചില കോമൺ ആന്റിബയോട്ടിക്കുകളായിരിക്കും. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല, മീൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും ഈ ടോപ്പിക് എന്ന് പറയുന്നത് കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അപ്പോൾ കെമിക്കൽസും എൻസൈംസും ബയോ ആക്റ്റീവ് മോളിക്യൂളുകളെല്ലാം നമുക്കിവിടെ കിട്ടും. ഓർഗാനിക് ആസിഡുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓർഗാനിക് ആസിഡ്സ് ആർ പ്രിപ്പയർ വിത്ത് ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതായത് മൈക്രോബ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഓർഗാനിക് ആസിഡ്. നോക്കുക, സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ആസിഡ് ആണ്. അസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന ഫംഗസ് ആണ് എന്തുണ്ടാക്കുന്നത്? സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അസറ്റിക് ആസിഡും ഓർഗാനിക് ആസിഡ് ആണ്. അസറ്റോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഓർഗാനിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അടുത്തത് ലാക്റ്റിക് ആസിഡ്, ലാക്ടോബാസിലസ് ബാക്ടീരിയം ഉണ്ടാക്കുന്നു. അതുപോലെ നമുക്ക് എത്തനോൾ, ആൽക്കഹോൾ ആണത്. സക്കാരോമൈസസ് സെർവീസി എന്ന് പറയുന്ന ഫംഗസ് അത് ഉണ്ടാക്കി തരുന്നു. കത്തിയോ? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, എത്തനോൾ, ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ഏത് ഓർഗാനിസം, ഏത് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ? ഇൻ കേസ് ബാക്ടീരിയയും ഫംഗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എൻസൈംസ്, എ നമ്പർ ഓഫ് എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് കമേഴ്ഷ്യലി ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിക്കൽ യൂസസ്. ഒരുപാട് മെഡിക്കൽ യൂസും ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ടും ഒരുപാട് എൻസൈമുകൾ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കി തരുന്നുണ്ട്. ആദ്യത്തെ എൻസൈം ആണ് മക്കളെ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻ, ഹെൽപ്സ് ഇൻ ദ റിമൂവിംഗ് ഓഫ് സ്റ്റെയിൻ. നമ്മൾ തുണി അലക്കുമ്പോൾ സോപ്പ് പൊടി തുണി അലക്കത്തില്ലേ, അപ്പൊ ഈ ഡിറ്റർജന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് അഴുക്ക് ഇളകി പോകാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എൻസൈം ആണ് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം. അതുപോലെ തന്നെയാണ് പെക്റ്റിനേസ് എൻസൈം. പെക്റ്റിനേസ് എൻസൈം പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്ലാരിഫൈങ് ബോട്ടിൽഡ് ജ്യൂസസ്. നമ്മൾ കുപ്പികളിലാക്കി വരുന്ന ജ്യൂസുകളില്ലേ, മിറിൻഡ, സ്പ്രൈറ്റ്, കോള, പെപ്സി പോലെയുള്ള ജ്യൂസുകളൊക്കെ, അതിനെ ക്ലാരിഫൈങ്ങിന് വേണ്ടിയിട്ട്, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് പെക്റ്റിനേസ് എൻസൈം. മറക്കരുത് കേട്ടോ. അടുത്തത് പ്രോട്ടിയേസസ് എൻസൈം ആണ്. പ്രോട്ടിയേസസ് എൻസൈം യൂസ്ഡ് ഇൻ ക്ലാരിഫൈങ് ബോട്ടിൽഡ് ജ്യൂസസ് ആൻഡ് എൻഹാൻസിങ് ടെൻഡർനെസ് ഓഫ് മീറ്റ്. അതായത് ഈ ഫിഷിൻ്റെ ഒക്കെ ആണെങ്കിലും ഫ്ലഷ് ഏതായിക്കോട്ടെ, അനിമൽസിൻ്റെ ഫ്ലഷ് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ടെൻഡർനെസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബോട്ടിൽ ജ്യൂസസിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പ്രോട്ടിയേസസ് എൻസൈം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് സ്ട്രെപ്റ്റോക്കിനേസ് ആണ്. സ്ട്രെപ്റ്റോക്കിനേസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് മോഡിഫൈഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടാക്കി അത് മോഡിഫിക്കേഷൻ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ നടത്തിയൊരു സാധനമാണ് സ്ട്രെപ്റ്റോക്കിനേസ് എൻസൈം എന്ന് പറയുന്നത്. യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രക്തം കട്ട പിടിച്ച് നിന്നാൽ ആ രക്തക്കട്ടയെ നശിപ്പിച്ച് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോക്കിനേസ്. ക്ലോട്ട് ബസ്റ്റർ ഫോർ റിമൂവിംഗ് ക്ലോട്ട്സ് ഫ്രം ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് അണ്ടർഗോൺ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ലീഡിംഗ് ടു ഹാർട്ട് അറ്റാക്ക്. അതായത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ പോലെയുള്ള ഹാർട്ട് പേഷ്യന്റുകൾക്ക്, ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകളുടെ കേസിൽ അവരുടെ ബോഡിയിൽ ബ്ലഡ് കട്ടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രക്തം കട്ട പിടിച്ചിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ബ്ലഡ് ക്ലോട്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബസ്റ്റർ, കുട്ടിച്ച് കളയാൻ, നശിപ്പിച്ച് കളയാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോക്കിനേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എൻസൈം. നെക്സ്റ്റ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആണ്. രണ്ട് ബയോ ആക്റ്റീവ് മോളിക്യൂൾ മക്കൾ പഠിച്ചാൽ മതി. സൈക്ലോസ്പോറിൻ എ ഉണ്ട്. അത് ഉണ്ടാക്കുന്നത് ആരാന്ന് നോക്കിക്കോ, ഒരു ഫംഗസ് ആണ്, ട്രൈക്കോഡെർമ പോളിസ്പോറം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ആ ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ടാക്കുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം, ഒരു ഫംഗസ് ആണ്. ഇറ്റ് ഇസ് ആൻ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് യൂസ്ഡ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യൻസ്. രോഗികളിൽ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സർജറി നടക്കുമ്പോൾ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ആരെ യൂസ് ചെയ്യാറുണ്ട്? സൈക്ലോസ്പോറിൻ എനെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് സ്റ്റാറ്റിൻ ആണ്. മൊണാസ്കസ് പർപ്യൂരിയസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഈസ്റ്റ് ആണ് മക്കളെ. അതൊരു
ഫംഗസ് ആണ് സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നത് കേട്ടോ. മൊണാസ്കസ് പർപ്യൂരിയസിൽ നിന്നാണ് സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന, കൊളസ്ട്രോൾ ലോവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ് ആര്, നമ്മുടെ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം ഫോർ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക, തടഞ്ഞു നിർത്തുന്ന ആളാണ് നമ്മുടെ ആര്, സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ബയോആക്റ്റീവ് മോളിക്യൂൾ. നെക്സ്റ്റ് സീവേജ് ട്രീറ്റ്മെന്റ് ആണ്. സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ഇല്ലേ, ആ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് 2 സ്റ്റേജുകളായിട്ട് കണ്ടോ, 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഇത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ പിക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വലിയ വലിയ പ്ലാന്റുകളിൽ സീവേജ് മുനിസിപ്പൽ വാട്ടറിനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറി ട്രീറ്റ്മെന്റുകളും നടത്തുന്നുണ്ട്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഫിസിക്കൽ റിമൂവൽ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾസ് ഫ്രം ദി സീവേജ് ടു സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. ഫിൽട്രേഷൻ, അരിച്ചു കളയാൻ പറ്റുന്ന വേസ്റ്റുകളൊക്കെ പ്രൈമറി ട്രീറ്റ്മെന്റിൽ ആദ്യം അരിച്ചു കളയുന്നുണ്ടായിരിക്കും. ഇനി എന്നിട്ടും പോവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെഡിമെന്റേഷനിലൂടെ സെഡിമെന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത് റിമൂവ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഡെബ്രിസുകളൊക്കെ മാക്സിമം ആദ്യത്തെ പ്രൈമറി ട്രീറ്റ്മെന്റിൽ റിമൂവ് ചെയ്ത് കളയുന്നുണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫുള്ളി മൈക്രോ ഓർഗാനിസംസിനെ ബേസ് ചെയ്തിട്ടാണ്. ബയോളജിക്കൽ പ്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ മൈക്രോബ്സ് നാച്ചുറലി പ്രസന്റ് ഇൻ ദ സീവേജ്. സീവേജിനകത്ത് തന്നെ, ആ വേസ്റ്റ് വാട്ടറിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോബ്സിനെ യൂസ് ചെയ്തുകൊണ്ട് അതിലെ വേസ്റ്റ് കണ്ടന്റ് ഇല്ലാതെയാക്കുന്ന പ്രോസസ്സാണ്. ആൻഡ് യൂസ്ഫുൾ എയറോബിക് മൈക്രോബ്സ് ഗ്രോ റാപ്പിഡ്ലി ഫോം ഈ ഫ്ലോക്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഫ്ലോക്സിന്റെ കാര്യം നോട്ട് ചെയ്തോളൂ. ഇവിടെ ഒരു സാധനം നമുക്ക് വരുന്നുണ്ട്, ഫ്ലോക്സ്. ഇതേ കണ്ടല്ലോ, ഫ്ലോക്സ് ആർ ദി മാസസ് ഓഫ് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ്സ് ടു ഫോം മെഷ് ലൈക്ക് സ്ട്രക്ചർ. ഈ ഫ്ലോക്ക് എന്ന് പറയുന്ന സാധനം ബാക്ടീരിയ ചെന്ന് ഫംഗസുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു കട്ട പിടിച്ചിരിക്കുന്ന ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഫ്ലോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ BOD ബയോളജിക്കൽ അല്ല, ബയോ കെമിക്കൽ ആണ്. ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഫോം ചെയ്യുന്ന കാര്യം ഒന്ന് വായിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ആൻഡ് ഇവിടെ ആഫ്റ്റർ ദി പ്രോസസ് നമുക്ക് നെക്സ്റ്റ് BOD. ഇത് ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് അത് പഠിച്ചോളാം. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് തന്നെ പറയാം കേട്ടോ. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് വുഡ് ബി കൺസ്യൂംഡ് ഇഫ് ഓൾ ദ ഓർഗാനിക് മാറ്റർ ഇൻ 1 liter ഓഫ് വാട്ടർ വെർ ഓക്സിഡൈസ്ഡ് ബൈ ബാക്ടീരിയ. ഈ BOD കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ, വാട്ടറിൻ്റെ പൊല്യൂഷൻ്റെ ലെവൽ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് മെഷർ ഓഫ് ദി ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ. വാട്ടറിൽ എത്രത്തോളം വേസ്റ്റ് മെറ്റീരിയൽ, ഓർഗാനിക് മാറ്റർ പ്രസന്റ് ആണ് എന്നുള്ളതിന്റെ അളവാണ് BOD എന്ന് പറയുന്നത്. ദ ഗ്രേറ്റർ BOD വേസ്റ്റ് വാട്ടർ മോർ ഇസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. അതായത് ഗ്രേറ്റർ ദ BOD ഓഫ് വേസ്റ്റ് വാട്ടറിൽ BOD കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഇസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ, അത് പൊല്യൂട്ട് ആവാനുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഒരു റിവർ ആക്ഷൻ പ്ലാനിൻ്റെ കാര്യം പറയുന്നത് വേറൊന്നുമില്ല, ഗംഗ ആക്ഷൻ പ്ലാനും യമുന ആക്ഷൻ പ്ലാനും ആണ്. വേറെ ഒന്നുമല്ല അതിനകത്ത് പറയുന്നത്. ഗംഗ ആക്ഷൻ പ്ലാൻ ഉണ്ട്, യമുന ആക്ഷൻ പ്ലാൻ ഉണ്ട്. അണ്ടർ വിച്ച് ലാർജ് നമ്പർ ഓഫ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് വിൽ ബി ബിൽഡ് ടു ട്രീറ്റ് സീവേജ് ബിഫോർ ദെയർ ഡിസ്ചാർജ് ഇൻ റിവേഴ്സ് ടു റെഡ്യൂസ് ദെയർ പൊല്യൂഷൻ. ഈ പറയുന്ന നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ മൊത്തം ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഗംഗയിലേക്കും, കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ ഗംഗ യമുന റിവേഴ്സിന്റെ കരയിലാണ് കൂടുതൽ എന്തുള്ളത്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉള്ളത്. ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വേസ്റ്റ് വാട്ടർ നേരെ ഇങ്ങോട്ട് തട്ടി വിടും. ഈ പറഞ്ഞ ഗംഗയിലും യമുനയിലൊക്കെ ഒഴുക്കി വിടാറുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഈ പറയുന്ന 2 റിവേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് വന്നു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ വന്നു. അതാണ് ഗംഗയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗംഗ ആക്ഷൻ പ്ലാനും യമുന റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യമുന ആക്ഷൻ പ്ലാനുമായിട്ട് അങ്ങനെ നമ്മുടെ മിനിസ്ട്രി ഇറക്കിയ ഒരു കാര്യമാണ് ഈ പറയുന്ന സാധനം കുറച്ച് നിർത്തുക എന്നുള്ള പറഞ്ഞിട്ട്. ആൻഡ് മൈക്രോബ്സിന്റെ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസിന്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ബയോഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ കൊമേഴ്ഷ്യലി വീട്ടിൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഗ്യാസുകളാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസിൽ കുറേ കാര്യങ്ങൾ, വേറെ കുറേ മീഥെയിൻ, നമ്മുടെ CH4 ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, നൈട്രജൻ, അതുപോലെ അമോണിയ ഗ്യാസ്, എല്ലാം ഇതുപോലുള്ള കുറേ ഗ്യാസുകൾ, NH2 ഉണ്ട്, N2 ഉണ്ട്, H2 ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ കുറേ ഗ്യാസുകളുടെ ഒരു മിക്സ്ചറാണ് നമ്മുടെ ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഇത് മൈക്രോബിയൽ ആക്ടിവിറ്റീസ് നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കുക്കിംഗ് ഗ്യാസ് ആയിട്ട്, ഒരു ഫ്യൂവൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, നമ്മുടെ ബയോഗ്യാസ് എന്ന് പറയുന്ന കണ്ടന്റ്. ഈ മെത്താനോജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. മെത്താനോ ബാക്ടീരിയം ആണ്. ഈ മെത്താനോജൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് മെത്താനോ ബാക്ടീരിയം എനൈറോബിക്കലി, എയറിന്റെ പ്രസൻസ് വേണ്ടാതെ ബ്രേക്ക് ഡൗൺ ദ സെല്ലുലോസിക് മാറ്റർ ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H2 ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് മീഥെയിൻ. അത് ഓക്സിജന്റെ ആബ്സെൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസാക്കും, ഹൈഡ്രജൻ റിലീസാക്കും, അതുപോലെ തന്നെ മീഥെയിൻ ഗ്യാസ്, CH4 ഗ്യാസ് റിലീസ് ആക്കുന്നുണ്ടാകും. അങ്ങനെ മീഥെയിൻസ് ആർ കോമൺ, അതായത് മീഥെയിൻ ആണ് കൂടുതൽ ഉണ്ടാകുന്ന ഗ്യാസ്. അപ്പോൾ മെത്താനോജൻസ് ആണ് കോമൺലി നമുക്ക് ഈ പറയുന്ന ബയോഗ്യാസ്
പ്ലാന്റുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇപ്പോൾ ചാണകം നമ്മുടെ കൗടങ്ങൊക്കെ ഇല്ലേ അതിൽ നിന്നൊക്കെ ഉണ്ടാകും മെത്താനോജൻസ്. അപ്പോൾ അവർ ഈ പറയുന്ന പ്രോസസ്സിലൂടെ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സാധാരണ മെത്താനോജൻസ് ആർ കോമൺലി ഫൗണ്ട്. എവിടെയൊക്കെയാണ് മെത്താനോജൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ബാക്ടീരിയാസ് ഉള്ളത്? എവിടെയൊക്കെയാണ് നോക്കിക്കേ, കാറ്റിൽസിന്റെ റുമൻ, ഓക്കെ, അവരുടെ സ്റ്റൊമക്കിൽ, ഓക്കെ, ഫ്ലഡഡ് റൈസ് ഫീൽഡ്, നമ്മുടെ ഈ പാടത്ത് അരിയോ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങളില്ലേ അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ മെത്താനോജൻസിന്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. മാർഷി പ്ലേസസിൽ, ചതുപ്പ് നിലങ്ങളിൽ കൂടുതലായി മെത്താനോജൻസ് കാണാറുണ്ട്. സീവേജ് ട്രീറ്റ്മെന്റിന്റെ അനേറോബിക് ട്രീറ്റ്മെന്റിന്റെ സമയത്തും അവിടെ മെത്താനോജൻസ് വരും. അതേപോലെ കാറ്റിൽസിന്റെ, നമ്മുടെ കൗഡങ്ങിലേക്ക്, ഡങ്ങില്ലേ, കാറ്റിൽസിന്റെ ബോഡി എന്നൊക്കെ പുറത്തേക്ക് വരുന്ന എക്സ്ക്രീറ്റ, കൗഡങ്, അതായത് നമ്മുടെ ചാണകം പോലെയുള്ള കണ്ടന്റ്, ഈ സാധനത്തിനകത്തൊക്കെ എന്തുണ്ട്, മെത്താനോജൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് നേരെ ചാണകം കൊണ്ട് കുറെ തട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് പഠിക്കണം. ഗോബർ കണ്ടോ, ഗോബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗഡങ്ങാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ആസ് ഇറ്റ് കണ്ടെയ്ൻസ് സെല്ലുലോസിക് മെറ്റീരിയൽസ് ആസ് വെൽ ആസ് മെത്താനോജൻസ്. സോ ബയോഗ്യാസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഗോബർ ഗ്യാസ്. അങ്ങനെ ഗോബർ, കൗഡങ് ഉണ്ട്, സെല്ലോസിക് മെറ്റീരിയലിന്റെ കൂടെ കൗഡങ് കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ഗോബർ ഗ്യാസ് എന്ന് കൂടി നമുക്ക് ആരെ വിളിക്കാം, നമ്മുടെ ബയോഗ്യാസിനെ വിളിക്കാം. ഇവിടെ 2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, വേഗം അത് ബോക്സിൽ ഇട്ട് വെച്ചോ. ഇതിന്റെ 2 പേരുടെയും എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്. IARI and KVIC, Indian Agricultural Research Institute IARI and Khadi and Village Industries Commission KVIC develops the technology of biogas in India. ഇന്ത്യയിൽ ബയോഗ്യാസ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം ആരംഭിക്കാൻ കാരണക്കാർ 2 പേരാണ്, IARIയും അതുപോലെ KVICയും ആണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും ആണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ എന്നുള്ളൊരു ടേം, ആ ഒരു സാധനം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിന്റെ സ്ട്രക്ചർ മെയിൻലി നമുക്ക് റൂറൽ ഏരിയാസിലേക്കാണ് ഈ സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. കാറ്റിൽ ഡങ് ഒക്കെ കൂടുതൽ അവൈലബിൾ ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, റൂറൽ ആയിട്ടുള്ള ഏരിയയിലേക്കായിരിക്കും, സാധാരണക്കാരൊക്കെ ഒരുപാട് താമസിക്കുന്ന ഏരിയയിലായിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ ഇതാണ്, ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ സ്ട്രക്ചർ ഇതാണ്. ഗ്യാസ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അല്ലേ. ഗ്യാസ് പുറത്തേക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ടാകും. ഇവിടെ ഗ്യാസ് ഹോൾഡർ ഉണ്ട്, ഇതിനകത്ത് ഗ്യാസ് കണ്ടോ, CH4 അമോണിയം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. സ്ലഡ്ജ് ഇതാ ഇവിടെയാണ് കളക്ട് ആവുന്നത്. ഇവിടെ നമുക്ക് ഇത് എടുത്താൽ ആ ഫെർട്ടിലൈസർ ആയിട്ട് ചെടിക്കൊക്കെ ഇട്ട് ഉപയോഗിക്കാം. കൗഡങ്ങും വാട്ടറും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിലൂടെ ആയിരിക്കും. ദെൻ ഇവിടെ ഡൈജസ്റ്റർ ടാങ്ക് ഉണ്ട്, ഇതിനകത്താണ് ഇത് ഫിറ്റ് ചെയ്ത് ഇറക്കി വെച്ചേക്കുന്നത്. ഇവിടെ നിന്നുണ്ടാകുന്ന ജനറേറ്റ് ആവുന്ന ഗ്യാസ് നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ ഒരു റെഗുലേറ്റർ കണ്ടോ, ഈ റെഗുലേറ്ററിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങിലൂടെ എത്ര ഗ്യാസ് വേണ്ടെങ്കിൽ അടച്ചു വെക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ രീതിയിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പാർട്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഒരു ഡൈജസ്റ്റർ ഉണ്ടായിരിക്കും, ഓക്കെ, സ്ലറി ഓർ ഡങ് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഇട്ട് കൊടുക്കാനായിട്ടും. ഒരു ഗ്യാസ് ഹോൾഡർ ഉണ്ടാകും, ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് കവർ, ബയോഗ്യാസിൻ്റെ ആ ഒരു പ്ലാന്റിൽ ഒരു ഫ്ലോട്ടിംഗ് കവർ, ഒരു കവർ അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഹോൾഡർ ഉണ്ടായിരിക്കും. കീപ് ഓൺ റൈസിങ് ആസ് ദി ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൈജസ്റ്റർ ഡ്യൂ ടു മൈക്രോബിയൽ ആക്ടിവിറ്റി. അതിനകത്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഗ്യാസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ലെവൽ കാണിക്കുന്ന, വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ സ്റ്റോപ്പ് ആവാൻ ഒരു ബോൾ പോലത്തെ സാധനം കിടക്കത്തില്ലേ, അതുപോലെ ഇവിടെ ഒരു ഗ്യാസ് ഹോൾഡർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടിംഗ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കൃത്യസമയത്ത് അത് എടുത്ത് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. ഔട്ട്ലെറ്റ് പൈപ്പ് നേരെ നമ്മുടെ എങ്ങോട്ട് കണക്ട് ചെയ്യണം, കിച്ചണിലുള്ള ഗ്യാസ് കണക്ഷൻ്റെ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതിന് ബാലൻസ് വരുന്ന സ്ലറി എന്ന് പറയുന്നത് ചെടികൾക്ക് ചുവട്ടിലിട്ടിട്ട് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇനി മൈക്രോബ്സ്, ചില മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ബയോ കൺട്രോൾ ഏജന്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബയോ കൺട്രോൾ ഓർ ബയോളജിക്കൽ കൺട്രോൾ കൺട്രോളിംഗ് ദ പോപ്പുലേഷൻ ഓഫ് വേരിയസ് ഓർഗാനിസംസ് നാച്ചുറലി ബൈ എംപ്ലോയിങ് ദെയർ പ്രഡേറ്റേഴ്സ് ആൻഡ് പാരസൈറ്റ്സ്. അതായത് പല ഓർഗാനിസംസിന് അവരുടെ ആ ഒരു പ്രഡേറ്റേഴ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ പ്രഡേറ്റേഴ്സ് വന്ന് നശിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബയോ കൺട്രോൾ ഏജന്റ്. ഇവിടെ organism used to control the pathogen and harmful pest of the plants are called biocontrol agent. ഇവിടെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് വരുന്നത് എന്താ പറയുക, കെമിക്കൽ ഏജന്റുകൾ ഉപയോഗിക്കുന്നതിന് ഡിസഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഡിസഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ട്. ദേ ആർ ടോക്സിക് ആൻഡ് ഹാർംഫുൾ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ്. ദേ പൊല്യൂട്ട് ദ എൻവയോൺമെന്റ്, നമ്മുടെ എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ വീഡിസൈഡ്സ് യൂസ് ടു റിമൂവ് വീഡ്സ് ഓൾസോ പൊല്യൂട്ട് ദ സോയിൽ. നമ്മൾ ഈ മണ്ണിനകത്ത് കളകൾ പറിച്ച് കളയാൻ വേണ്ടി കളനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കില്ലേ, അത് നേരെ കളനാശിനി എന്ന് പറഞ്ഞ് സ്പ്രേ ചെയ്യുമ്പോൾ ചെടിയുമേക്ക് മാത്രമാണ് പോകുന്നത്, അല്ല നമ്മുടെ സോയിലിനെ അത് എന്ത് ചെയ്യാണ്, പൊല്യൂട്ട് ചെയ്ത് ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബയോ കൺട്രോളിൻ്റെ എക്സാമ്പിൾ ഇവിടെ പ്രഡേറ്റേഴ്സിൻ്റെ കേസിൽ നമ്മുടെ ലേഡി ബേർഡ് എന്ന് പറയുന്ന ഒരു ബീറ്റിലില്ല, ഒരു പ്രാണി, അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഫിഡ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഡ്രാഗൺ ഫ്ലൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. മൊസ്കിറ്റോസിനെ തുരത്തി ഓടിക്കാൻ വേണ്ടി ഡ്രാഗൺ ഫ്ലൈസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ആൻഡ് മൈക്രോബിയൽ ബയോ കൺട്രോളിൽ ബാക്ടീരിയ, ദാറ്റ് ഈസ്
ബാസില്ലസ് തുരിഞ്ചിയൻസിസ് പഠിച്ചതായിരിക്കും നമ്മളല്ലേ, എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, നമ്മുടെ ബയോടെക്നോളജിയിൽ പഠിച്ച കാര്യമാണ്. BT ബാസില്ലസ് തുരിഞ്ചിയൻസിസ് ബാക്ടീരിയ യൂസ് ടു കൺട്രോൾ ദ ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന BT ഉപയോഗിക്കാൻ പറ്റും. ബാസില്ലസ് തുരിഞ്ചിയൻസിസ് ബാക്ടീരിയ ഉപയോഗിക്കാം. ആൻഡ് ബാസിലസ് തുരിഞ്ചിയൻസിന്റെ BT കോട്ടണിനകത്ത് ഇതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കും. എക്സാമ്പിൾ BT കോട്ടൺ എന്ന് പറയാം. കാരണം എന്താണ്, ഈ ബാസിലസ് തുരിഞ്ചിയൻസിസ് ബാക്ടീരിയനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് BT കോട്ടണിനകത്ത് ഡിസീസ് കോസ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. ഫംഗസ് നമുക്കറിയാം. ഫംഗസിന്റെ കേസ് അല്ലെങ്കിൽ ഫംഗയുടെ കേസിൽ ട്രൈക്കോഡെർമ സ്പീഷീസ് ഫംഗസ് ഫ്രീ ലിവിംഗ് ഫംഗസ് ആണ്. പ്രസന്റ് ഇൻ ദ റൂട്ട്സ് എക്കോസിസ്റ്റം വേർ ദ ആക്ട് അഗെയിൻസ്റ്റ് സെവറൽ പ്ലാന്റ്സ് പാത്തജൻസ് ദി അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് കിൽ ദം. അതായത് ഫംഗസുകളുടെ കേസിൽ ട്രൈക്കോഡെർമയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. വൈറസിന്റെ കേസിൽ ഈ ബാക്യുലോ വൈറസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. പാത്തജൻസ് ദാറ്റ് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ആർത്രോപോഡ് പെസ്റ്റ്. അതായത് ചില ഇൻസെക്റ്റുകളെയും ആർത്രോപോഡ ഫാമിലിയിൽ വരുന്ന ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന, ഇത് ഇൻസെക്റ്റുകളൊക്കെയാണ് കേട്ടോ, ഇൻസെക്റ്റ് ഒക്കെ ആർത്രോപോഡിൽ വരുന്നതല്ലേ, അവരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഈ പറയുന്ന ബാക്യുലോ വൈറസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ദ സ്പീഷീസ് സ്പെസിഫിക് നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡ്സ്. ദേ ഡു നോട്ട് ഹാം പ്ലാന്റ്സ്, മാമൽസ്, ബേർഡ്സ്, ഫിഷ് ആൻഡ് അതർ നോൺ ടാർഗറ്റ് സെൽസ്. ഈ ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് ഇല്ലേ, നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അയാളെ മാത്രം നശിപ്പിക്കുകയുള്ളൂ. ബാക്കി പരിസരത്ത് നിൽക്കുന്ന ചെടികളെയോ മനുഷ്യരെയോ വേറെ ആരെയും അത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഡാമേജ് ആക്കാനോ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. അതും അങ്ങനെ നമുക്ക് വൈറസിന്റെ കേസിൽ പറയാൻ പറ്റും. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിൽ നമുക്ക് ബാക്യുലോ വൈറസുകൾ വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരാളുകളാണ്. IPM എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇനി മൈക്രോബ്സ് ആസ് എ ബയോ ഫെർട്ടിലൈസറുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ എന്താണ്, സയനോബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ബ്ലൂ ഗ്രീൻ ആൽഗ ആണ് സയനോബാക്ടീരിയ. അങ്ങനെ കുറച്ച് ആളുകളെ ഇതുപോലെ ഉപയോഗിക്കാം. ദേ നോക്കിക്കേ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയയിൽ സിംബയോട്ടിക് ബാക്ടീരിയത്തിൽ റൈസോബിയം, മക്കളെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. റൈസോബിയം ഈസ് എ സിംബയോട്ടിക് ബാക്ടീരിയ that lives in the root nodule of legumes and fixes the atmospheric nitrogen into organic compounds. അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് സോയിലിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഫോമിലേക്ക് ആക്കി കൊടുക്കുന്ന നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയാസ് അല്ലെങ്കിൽ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രീ ലിവിംഗ് ബാക്ടീരിയാസ് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നതാണ് എക്സാമിന്. അസോസ്പൈറലുണ്ട്, അസറ്റോബാക്ടർ ഉണ്ട്. ദേ ആർ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ദാറ്റ് ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ദ സോയിൽ ദാസ് എൻറിച്ചിങ് ദ നൈട്രജൻ കണ്ടന്റ് ഓഫ് ദി സോയിൽ. സോയിലിനകത്തേക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് സോയിലിലെ നൈട്രജൻ ക്വാണ്ടിറ്റി കൂട്ടുക അല്ലെങ്കിൽ നൈട്രജന്റെ എമൗണ്ട് കണ്ടന്റ് കൂട്ടുന്ന ആളാണ് നമ്മുടെ ഫ്രീ ലിവിംഗ് ബാക്ടീരിയാസ്. രണ്ടുപേര്, ഒന്ന് അസോസ്പൈറലും രണ്ടാമത്തെ ആള് അസറ്റോബാക്ടർ. ഇവർ രണ്ടുപേരും കൂടെയാണ്. ആൻഡ് ഫംഗസിന്റെ കേസിൽ വാട്ട് ഈസ് മൈക്കോറൈസ, അത് ഈ പ്രാവശ്യം ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. എന്താണ് മൈക്കോറൈസ? ഇറ്റ് ഇസ് സിംബയോട്ടിക് association of fungus with the root of higher plants. എക്സാമ്പിൾ ഗ്ലോമസ് എന്ന് പറയുന്ന ഒരു ഫംഗസും ഒരു പ്ലാന്റിന്റെ ഹയർ പ്ലാന്റിന്റെ റൂട്ടും കൂടിയുള്ള കോമ്പിനേഷനിലാണ് മൈക്കോറൈസ ഉണ്ടാകുന്നത്. ഓക്കെ, ഫംഗൽ ഹൈഫേ, ഫംഗസിന്റെ ബോഡി ഫോസ്ഫറസ് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നു, പ്ലാന്റ്സിന് അത് കൊണ്ട് കൊടുക്കുന്നു. ആൻഡ് മൈക്കോറൈസിനെ കൊണ്ടുള്ള ബെനഫിറ്റുകൾ എന്തൊക്കെയാണ്? പ്ലാന്റ്സ് ഗെറ്റ് ഫോസ്ഫറസ്, പ്ലാന്റ്സിന് നല്ല രീതിയിൽ ഫോസ്ഫറസ് അവൈലബിൾ ആയിരിക്കും, കിട്ടും, ഒരു പ്രശ്നമില്ല. റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തജൻസ്, വേരിലൂടെ വരാൻ സാധ്യതയുള്ള രോഗകാരികളൊക്കെ തടഞ്ഞു നിർത്തി പറയുന്ന മൈക്കോറൈസ. ടോളറൻസ് ടു സലൈനിറ്റി ആൻഡ് ഡ്രോട്ട്, വരൾച്ചയും അതേപോലെ ഉപ്പ് കൂടുതൽ വരുന്ന കണ്ടന്റ് ഒക്കെ സോയിലിൽ വരില്ലേ, അപ്പോൾ ചെടികളെ ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തു നിർത്തും. ഓവറോൾ ഇൻക്രീസ് ഇൻ ദ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ആ ചെടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് പുഷ്ടിപ്പെട്ട് നല്ല രീതിയിൽ വളരാനായിട്ട് ഒന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്കോറൈസ association with the plants like പ്ലാന്റ്സുമായിട്ട് മൈക്കോറൈസയുള്ള ആ ഒരു മൈക്കോറൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സും ഫംഗസും കൂടിയുള്ള അസോസിയേഷൻ ആണ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ആൻഡ് ഇവിടെ ലാസ്റ്റ് ഒരു സയനോ ബാക്ടീരിയയുടെ കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടുള്ളതാണ് സയനോ ബാക്ടീരിയ, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കും അല്ലേ, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് വിളിക്കാം നമ്മുടെ സയനോ ബാക്ടീരിയനെ. ദേ ഫിക്സ് ദ അറ്റ്മോസ്ഫറിക് നൈട്രജൻ ആൻഡ് ഇൻക്രീസസ് ദ ഓർഗാനിക് മാറ്റർ ഓഫ് ദി സോയിൽ ത്രൂ ദെയർ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി. എക്സാമ്പിൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. സയനോ ബാക്ടീരിയയിൽ നോസ്റ്റോക്ക് ഉണ്ട്, അനബീന ഉണ്ട്, ഓസിലറ്റോറിയ ഉണ്ട്. ഈ മൂന്ന് പേരും ബ്ലൂ ഗ്രീൻ ആൽഗീസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സയനോ ബാക്ടീരിയസ് ആണ്. അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്തുകൊണ്ട് സോയിലിന് കൊടുത്തിട്ട് സോയിലിന്റെ ആ ഒരു എൻറിച്ച് ചെയ്യാനായിട്ട്, സോയിലിലെ നൈട്രജൻ കണ്ടന്റ് എൻറിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും പ്ലാന്റ്സിന്റെ. ആൻഡ് ദേ ആർ
They also increase soil fertility by adding the organic matter to the soil. Organic matters-നെ സോയിലിലേക്ക് കൊടുത്തുകൊണ്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയും കൂട്ടാൻ ആര് സഹായിക്കും? ഈ പറയുന്ന സെയിം സയനോബാക്ടീരിയ സഹായിക്കും. ഇത് പാഡി ഫീൽഡ്സിലും സയനോബാക്ടീരിയ സെർവ്സ് എസ് ഇമ്പോർട്ടൻറ്റ് ബയോ ഫെർട്ടിലൈസർ. അതായത് നെല്ല് കൃഷി ചെയ്യുന്ന കൃഷിഭൂമികളിൽ സയനോബാക്ടീരിയ ഭയങ്കര അധികം ഉപയോഗപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കലക്കൻ ബാക്ടീരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള. കുഞ്ഞ് ചാപ്റ്ററാണ്, കിടിലൻ ചാപ്റ്ററാണ്. ഇതിന് എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എക്സാമുകളൊക്കെ എഴുതാനായിട്ട് പോവുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല കിടിലനായിട്ട് എല്ലാ എക്സാംസും തകർക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിൻ്റെ ഇതുപോലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വൺസ് അഗെയിൻ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.